ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് പറയുമ്പോൾ എൻ്റെ ഫാമിലിയായിട്ട് ട്രിപ്പാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പൊന്മുടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അളിയനുണ്ട്, ഹൃദയമുണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം പാലോട് നിന്ന് വിതിര വഴി നമ്മൾ പൊന്മുടി പോകുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 44 അല്ലെങ്കിൽ 42 കിലോമീറ്റർ ഒക്കെ കാണത്തുള്ളൂ, അത്രയും കണ്ടുണ്ട്. അപ്പം നമ്മുടെ പാലോടിലെ കാട് എല്ലാം ആസ്വദിച്ചാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും പോകുന്ന റൂട്ടല്ല, അപ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. അപ്പം ഇത് വിതിരയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചാണ്ടാ നമ്മുടെ പൊന്മുടിയിലെ വെൽക്കം ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങണേ ഇത് വീട്ടിൽ നിന്ന്. അപ്പം 4 മണി വരെ ഇവർ ടിക്കറ്റ് തരത്തുള്ളൂ. നമ്മൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് 3:56 3:56 എത്തിയത്. 4 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവർ ടിക്കറ്റ് തരത്തില്ലെന്നാണ് അവർ പറഞ്ഞത്, മനസ്സിലായില്ലേ? അങ്ങനെ പൊന്മുടിയിലെ വെൽക്കം ഗേറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഹെയർപിൻ വളവുകളൊക്കെ വളഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഊട്ടിയിലും മൂന്നാറിലൊക്കെ പോയപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു തവണ പൊന്മുടിയിലും വന്നിട്ടുള്ളൂ, പണ്ടങ്ങാണ്ട് വന്നതാണ്. ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നമ്മളിവിടെയൊക്കെ ഈ ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം പറയല്ല. ഇതൊക്കെ കാണാൻ ഞാൻ മൂന്നാർ ഊട്ടിയിലൊക്കെയാണ് പോയത്. നല്ല സുന്ദരമായ പ്രകൃതി എന്ന് വേണം പറയാൻ, നന്നായിട്ടുണ്ട്. അതേപോലെ ഇതാണ് പൊന്മുടി ബസ് കേട്ടോ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി തരും KSRTC ബസ്. അത് വേറൊരു വൈബാണ്. KSRTC ബസ്സിലിരുന്ന് സൈഡ് സീറ്റ് ഇരുന്ന് പോകുന്നത് അത് വേറൊരു വൈബാണ്. അതുപോലെ നമ്മൾ പൊന്മുടി പോകുമ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, ഇഷ്ടംപോലെ കടകളുണ്ട്, ചായ കടി അങ്ങനെ ഫുള്ള് നമുക്ക് കഴിക്കാനും കടികളൊക്കെ കഴിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. അതുപോലെ വിശ്രമിക്കാൻ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ തേയിലത്തോട്ടമൊക്കെ നട്ട് നമ്മളെവിടെ കൊണ്ടെന്ന് പറയുമ്പം ഒരു അത്ഭുതമാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ വരേണ്ട പ്ലേസ് ആയിരുന്നു. ഇഷ്ടംപോലെ തേയിലത്തോട്ടം, അങ്ങനെ മലകൾ, കുന്നുകൾ, മരങ്ങൾ, ഇഷ്ടംപോലെ നല്ലൊരു ഒരു കംപ്ലീറ്റ് നാച്ചുറൽ നമുക്ക് ഇവിടെ വന്ന് ലഭിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഈ കാറി ഇരുന്നുകൊണ്ട് സൈഡിൽ കൂടെ നോക്കി പോകുന്നത്. പക്ഷെ നമുക്ക് ടൈമില്ലായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ കുറേ നേരം നിന്ന് പോകും നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അമ്മാതിരി ഒരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ, ഇവിടെ എത്തിയപ്പോൾ തന്നെ 4 മണി ആയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് ടൈമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ നേരെ അങ്ങ് പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. ഇഷ്ടംപോലെ നല്ല അടിപൊളി നാച്ചുറൽ, സൂപ്പർ. അതേപോലെ റോഡ് നൈസായിട്ടുണ്ട് കേട്ടോ, വലിയ ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല, നൈസായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പൊന്മുടിയിലെ തൊട്ട് കുറച്ച് താഴോട്ടാണ്. അപ്പോൾ ഇപ്പോൾ എത്തും, വണ്ടി ഓടിച്ച് എത്തേണ്ട താമസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 വീലർ പാർക്കിംഗ് ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ കാർ പാർക്കിംഗ് നന്നായിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സൗകര്യം കാര്യങ്ങളുണ്ട്. അതുപോലെ കുറേ ആൾക്കാരും ഉണ്ട്, പല ഭാഗത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്, ശരിക്കും ആൾക്കാരുമുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. നമ്മളിപ്പോൾ പൊന്മുടി ചെന്നിരിക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വെതർ മഴയൊന്നുമില്ല കേട്ടോ, ഇത്തിരി വെയിലാണ്. ഈ ഏപ്രിൽ മാസത്തിലാണ് പോയത്. അപ്പോൾ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി, മോള്, അളിയൻ, എല്ലാവരും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം ഞാൻ കയ്യിൽ ക്യാമറയെല്ലാം മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, കൊള്ളാം കേട്ടോ, പൊന്മുടി നൈസ്. അപ്പം അളിയനും ചേച്ചിയും ഹൃദയമൊക്കെ നിന്നാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുക, ഇപ്പോൾ പ്രകൃതി ആസ്വദിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ എന്താണ്, ഈ മാസം, അതായത് വെയിലുള്ള സമയത്താണ് നമ്മൾ പോയത്. അല്ല മഴയൊന്നുമില്ല കേട്ടോ, മഴ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു തണുപ്പ്, അത് ഓൾറെഡി അവിടെ കുന്നിൻ്റെ മണ്ടയിലൊക്കെ കയറുമ്പോൾ ചെറിയൊരു തണുപ്പ്, അതേപോലെ കാറ്റും കാണാം, അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്താണ്, മഴ സീസണിൽ വേണം പോകാൻ. മഴ സീസണിൽ പോയി കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണ്. നല്ലതെന്ന് പറയുമ്പം അത് ഞാൻ പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ വേറെയാണ്. അത് എനിക്ക് നന്നായിട്ട് ഞാൻ ആസ്വദിച്ചൊരു സ്ഥലമാണ്. ഞാൻ മൂന്നാർ പോയപ്പോൾ മഴ സീസണിലാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ ഈ ടൈമിലാണ് പോയത്. പക്ഷേ എന്താണ്, ചെറിയൊരു കാറ്റും കാര്യങ്ങളുണ്ട്, വലിയ ഓവർ വെയിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കംപ്ലീറ്റ് നാച്ചുറൽ, ഒരു പൊല്യൂഷനും ഇല്ലാത്ത കംപ്ലീറ്റ് നാച്ചുറൽ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്. അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട് കേട്ടാ, നല്ല സ്ഥലം. പൊന്മുടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ മാത്രമല്ല, നമ്മളിവിടെ മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തോളൂ, ടൈമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാം കേട്ടോ, പൊന്മുടി ഫുള്ള് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇപ്പോൾ തന്നെ സമയം ലേറ്റായി. അപ്പം അമ്മയും ചേച്ചി എന്തോന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം പോവാം. ഓക്കെ ടാറ്റാ. ഇപ്പോൾ പൊന്മുടി ഇനിയും വരാം. ഇനി അടിപൊളി ഒരു വ്ളോഗും കൂടെ എടുക്കാം. കംപ്ലീറ്റ് സ്ഥലം അങ്ങോട്ടും കൂടെ കവർ ചെയ്യേണ്ടതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്ത് ഇനി അടുത്ത വ്ളോഗിൽ എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ടാറ്റ, ബൈ.